എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരാണ് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ഇടവക പള്ളി. AD 900 നിർമ്മിക്കപ്പെട്ടതാണ് ഈ പള്ളി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ദേവാലയം ഇവിടുത്തെ ആദ്യത്തെ ഇടവക പള്ളിയായി കരുതപ്പെടുന്നു. മലയാറ്റൂർ കുരിശുമുടി കയറാൻ വരുന്നവർ ആദ്യം ഇവിടുത്തെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് കയറാറ്. മലയാറ്റൂർ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രധാന ഓഫീസ്, ഇൻഫർമേഷൻ സെൻറ്റർ, തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പുതിയ പള്ളിക്ക് ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കുർബാനകൾ, നോമ്പ് കാലത്തെ പ്രവർത്തനങ്ങൾ, മറ്റ് ആത്മീയ ചടങ്ങുകൾ എന്നിവ ഇവിടെയാണ് നടത്തപ്പെടുന്നത്. രോഗം മൂലം മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതേ ഒരു അനുഗ്രഹം കിട്ടുമെന്നാണ് വിശ്വാസം. ഈ കാണുന്നതാണ് പഴയ പള്ളി. AD 900 നിർമ്മിക്കപ്പെട്ട പള്ളി. ഇതിൻ്റെ മുൻഭാഗം റോമൻ ശൈലിയിലും ആൾത്താരയുടെ ഭാഗം പരമ്പരാഗത ഗ്രീക്ക് ശൈലിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാർ നദിയുടെ ശാന്തമായ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. തീർത്ഥാടകർ മല കയറുന്നതിന് മുൻപ് ഇവിടെ എത്തി അനുഗ്രഹം തേടാറുണ്ട്. പഴയ പള്ളിക്ക് സമീപം തന്നെ തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് നിർമ്മിച്ച ആധുനികവും വിശാലവുമായ ദേവാലയമാണിത്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. നോമ്പുകാലത്തെയും വലിയ പെരുന്നാൾ സമയത്തെയും വൻ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നത് ഈ പള്ളി കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ലോങ്ങിൽ നിന്ന് വരുന്നവർക്ക് വിശ്രമിക്കാനായിട്ടും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വിശാലമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വഴി തന്നെ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പെരിയാറിൻ്റെ നദിയാണ്. വിശാലമായിട്ട് ആൾക്കാരൊക്കെ കുളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇതായി കാണുന്ന സ്റ്റെപ്പ് വഴി നമുക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ സോപ്പ്, തോർത്ത്, പേസ്റ്റ് അങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇവിടെ മേടിക്കാൻ കിട്ടും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഇവിടെ ഇടയിൽ കുഴികളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇടയൊഴുക്കൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ സൂക്ഷിച്ചിറങ്ങുക. നീന്താൻ അറിയാത്ത ആൾക്കാർ ആഴം നോക്കിയിട്ട് മാത്രം ഇറങ്ങുക. ഇതൊരു പുണ്യ നദി ആയതുകൊണ്ട് തന്നെ മലയാറ്റൂർ മല കയറാൻ വരുന്ന ഭക്തർ എല്ലാവരും ഇവിടെ കുളിച്ചിട്ടാണ് മല കയറുന്നത് കേട്ടോ. അപ്പോൾ മലയാറ്റൂർ കുരിശുമുടി കയറാൻ വരുന്നവർ ആദ്യം ഈ ഇടവക പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോവുക. അപ്പോൾ ഓക്കെ, നമ്മളൊരു മെഴുകുതിരി കത്തിച്ചിട്ട് അപ്പോൾ നമുക്ക് മല കയറാനായിട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അടിവാരത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ആ കാണുന്നതാണ് നമ്മുടെ കുരിശുമുടി. പിന്നെ ഇതവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ നക്ഷത്ര തടാകം പറയുന്നത്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വിശാലമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5-3 കിലോമീറ്ററോളം നമുക്ക് ഇവിടെ നിന്ന് നടന്ന് മേലേക്ക് നടക്കാനുണ്ട്. ഇത് ഇവിടുത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണ്. വിശുദ്ധ തോമാസ് ലീഗ സ്ഥാപിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ഇതിൻ്റെ മേലെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ തോമാസ് ലീഗയുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കുറച്ച് നടന്ന് നീങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ സൈഡിൽ കടകളൊക്കെ കാണാം. 2 സൈഡായിട്ട് കടകളൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ കുരിശൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടുമല്ലോ. കുരിശ്, അതുപോലെ തന്നെ വടികൾ, ഇതെല്ലാം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെ മേടിച്ചിട്ട് അങ്ങോട്ട് കയറാം. ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ചെറിയ കുരിശൊക്കെ വേണമെന്നുള്ളവർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല സേഫ്റ്റിയാണ്. നമുക്ക് ആംബുലൻസ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ സെക്ഷൻ കാണാം, എൻക്വയറി സെക്ഷൻ കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് കല്ലേപ്പള്ളി എന്ന് പറയുന്നത്. തോമസ് ലീഗയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ള സ്പോട്ടുണ്ട്. ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കയറാം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു ഇതും മാതാവിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നല്ല രസമായിട്ട് കുരങ്ങന്മാരുടെ ഒരു കുറച്ച് കളികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെറ്റാണ്. ഇങ്ങനെ പോകുമ്പോൾ കുറേ കാഴ്ചകൾ, ഇതുപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനേനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ പകലായതുകൊണ്ട് കുറച്ച് ആൾ കുറവാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ ആൾക്കാരെ നമുക്ക് തീർത്ഥാടനം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേലെയാണ് നമ്മുടെ തോമാശ്ലീഹയുടെ ഒരു ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാം, നൈസാണ്. അപ്പോൾ നമ്മളിവിടെ ക്ഷീണിച്ചൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്.
നമ്മളിവിടെ ഇപ്പോൾ നല്ല വെയിലുള്ളൊരു സമയമാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ കുറേ മരങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് നമുക്കത് വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ നല്ല സേഫ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ ക്യാമറയൊക്കെ അവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് കണ്ടില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഭവം പരിപാടി നല്ലൊരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. മല കയറുന്ന വഴി ഇതാ അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലയിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ അത് കണ്ടില്ലേ, ഓരോരുത്തർ വടിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കയറാൻ ഭയങ്കര ഒരു ടാസ്ക്കൊക്കെയാണ്. അപ്പോൾ അടുത്തോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കയറുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? തിരുച്ചി. ഇവിടെ എത്ര വർഷമായി വരാൻ തുടങ്ങിയിട്ട്? ഫസ്റ്റ് ഇയർ. ഓക്കെ ഓക്കെ. 5 years ആയിடுச்சா? ஓகே. நீங்கெல்லாம் திருச்சியா? திருச்சி. இப்போ இங்கத்த அனுபவம் எப்படி சொல்றீங்க? நல்லா இருக்கு. உண்மையாலுமே நல்லா இருக்கு. 5 years வர்றீங்க இங்க கண்டினியூஸ்ல. ஓகே ஓகே. நீங்க எல்லாரும் ஒரு ரெண்டாம் மூலமா ஃபர்ஸ்ட் டைம் வந்து சர்ச் மூலமா வரீங்க. இரண்டாம் முறையாக வருது. ஒரு 4 டீச்சர்ஸோட சேர்த்து வந்திருக்கேன். ஓகே ஓகே. இங்கத்த ஏதாவது உங்களுக்கு அனுபவம் ஏதாச்சும் இருக்கா? அனுபவம் நல்ல ஒரு அனுபவம். துன்பத்தை ஏற்று வாழணும், பாடுகளை சந்திக்கணும், அன்றடை பாடுகளை, வேர்வை, நெத்திவை, சோர்வு அவற்றையெல்லாம் கடலுக்கு ஒப்பு கொடுக்கறது தான் அந்த சிலுவை பாதை. இப்போ எப்படி வந்தீங்க இங்கே? பஸ்ஸில் நீங்கள் ஒட்டுக்கா? ஆட்டோவில் வந்து இங்கே இந்த பவனுக்கு. ഓക്കെ ഓക്കെ. ശരി, താങ്ക്സ്. നന്ദി. ചെറിയ കുട്ടികൾ വരെ ഇവിടെ കൂളായിട്ട് കയറി പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് പറ്റുന്നില്ല. അപ്പം തന്നെ ക്ഷീണിച്ച് നല്ല കതച്ച്. നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് 13 ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി പോവാം. നമ്മൾ 2ാം സ്ഥാനം എത്തിയിട്ടുണ്ട്. ഓക്കെ. നല്ല ഭയഭക്തിയോടുകൂടി ആൾക്കാർ 1 മാസത്തോളം നോമ്പ് നോറ്റിട്ട് കഠിന പ്രയത്നത്തിൽ നമ്മൾ ഈ മലയൊക്കെ കയറിയിട്ട് വരുന്നത്. നമുക്കത് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ എത്രത്തോളം കഷ്ടപ്പാടാണ് ഇത് കയറാനുള്ളത്. നല്ല രീതിക്കൊരു എഫേർട്ട് തന്നെ വേണം. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ, അസുഖമുള്ളവർ വരെ ഇവിടെ നമുക്ക് കയറി വരുന്നുണ്ട്. ഓക്കെ. മേലെ കടകളിലൊക്കെ ഉള്ള ആവശ്യ സാധനങ്ങളൊക്കെയാണ് ഇതുപോലെയാണ് കൊണ്ടുപോകുന്നത്. അവരുടെ കാര്യം ഭയങ്കര ഒരു കഷ്ടമാണ്. ഇത്രയും വലിയൊരു മല കയറി ഡെയിലി ഓരോ സാധനങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെ, സമ്മതിക്കണവരെയൊക്കെ. ഇതൊരു ട്രെക്കിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു സ്ഥലമല്ല, ഇതൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഓരോ വിശുദ്ധ പോയിന്റ് സന്ദർശിച്ച് ഭക്തിയോടെ അവിടെ പ്രാർത്ഥിച്ച് വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തിയോടെ വരുന്ന ഭക്തരുടെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളിച്ച് കയറുമ്പോഴുള്ളൊരു ഫീല് അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ വിശുദ്ധ പോയിന്റുകളും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വത്തിക്കാൻ അംഗീകരിച്ച 8 അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ നമ്മുടെ മലയാറ്റൂർ പള്ളി. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഗ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങിയെന്നാണ് ഒരു വിശ്വാസം. അതിനുശേഷം സുവിശേഷാർത്ഥം മലയാറ്റൂർ വന്ന് എത്തിപ്പെടുകയും ഇവിടുത്തെ നാട്ടുകാരുടെ എതിർപ്പ് മൂലം ഇവിടെ ഏകദേശം 609 മീറ്റർ അടി ഉയരത്തോളം ഉള്ള ഇവിടെ മലയാറ്റൂർ പള്ളിയിൽ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം. പിന്നീട് നൂറ്റാണ്ടുകളോളം ഈ മലമുകളിൽ ആരാധന നടന്നിരുന്നില്ല. എന്നാൽ AD 9-ാം നൂറ്റാണ്ടിൽ നായാട്ടിന് പോയ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാർ തിളങ്ങുന്ന ഒരു പൊന്നും കുരിശ് കാണുകയും പെട്ടെന്ന് താഴെ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ആരാധന തുടങ്ങുന്നത്.
നമ്മൾ ഈ 12ാം സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കടകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു നാരങ്ങ സോഡ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ചാർജ് ആക്കട്ടെ. ഇവിടെ എത്തിയപ്പോൾ ഒരു കിണറൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സംഭവം നോക്കിയപ്പോൾ ഒരു ടാർപ്പായി ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേസ്റ്റ് വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചാണോ എന്ന് അറിയില്ല. നമ്മൾ ഈ കാണുന്നതാണ് മാർത്തോമ മണ്ഡപം കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മേലെ നിൽക്കുന്നത് നമ്മുടെ പഴയ പള്ളി എന്ന് പറയുന്നത് ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും പുതിയ പള്ളിയാണ് കുറച്ചായിട്ടുള്ള പണിതിട്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പൊന്നും കുരിശ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെ നമുക്ക് മേലത്തെ കാഴ്ചകൾ കാണാം. ഇത് ഇവിടെ കാണുന്നത് ഭക്തർ കുറേ ധാന്യങ്ങൾ അതുപോലെ തന്നെ അരി വറുത്തത് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ അർപ്പിക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് ഈ ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ അത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്കായിട്ട്. പണ്ട് ഇതൊരു കൊടും വനമായിരുന്നു. അങ്ങനെ ആനകളൊക്കെ വന്നിട്ട് ഇവിടെ കുത്തി അതിൻ്റെ ഇപ്പോൾ ഒരു കൊമ്പിൻ്റെ പാട് ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ കുറച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ നല്ല കഠിനമായിട്ട് മേലേക്ക് കയറി വന്ന് ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ഇവിടുത്തെ കാറ്റ്, ഈ ഒരു വ്യൂ മനസ്സിന് വല്ലാത്തൊരു കുളിർമ കിട്ടുന്നൊരു ഫീലാണ് കേട്ടോ ഇതിൻ്റെ മേലെ നിൽക്കുമ്പോൾ നമുക്ക്. കണ്ടില്ലേ, ആഹാ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആനകുത്തിയ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ പുതിയ പള്ളി ഇത് കാണുന്നതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു അത്ഭുത കിണറാണ് കേട്ടോ. ഒരിക്കലും വറ്റത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ എന്താണെന്നറിയില്ല, വെള്ളം ഭയങ്കര കുറവായിരുന്നു. ഈ വെള്ളം ഉപയോഗിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്നും കുറേ അത്ഭുതങ്ങൾ നടക്കുമെന്നൊക്കെയാണ് വിശ്വാസികളുടെ വിശ്വാസം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പൊന്നിൻ കുരിശ്. ഇവിടെ കുമ്പസരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മേലെ തന്നെ. അപ്പോൾ ഈ കാണുന്നതാണ് തോമസ് ലീഗയുടെ കാൽപാദം പതിഞ്ഞൊരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പം അതൊരു മണ്ഡപം പോലെ കെട്ടി വെച്ചിരിക്കുകയാണ് ഒരു ഓർമ്മയ്ക്കായിട്ട്. നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൊന്നും കുരിശ് മലയിൽ നിന്ന് നമ്മളിപ്പോൾ താഴെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ കുരിശൊക്കെ വലിയ വലിയ കുരിശൊക്കെ ചുമന്നിട്ട് എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്, ഇതുപോലെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇത്രയും വലിയ കുരിശൊക്കെയാണ് അവിടെ നിന്ന് താഴെ നിന്ന് ഈ മല കയറ്റിയിട്ട് വരുന്നത്, പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭക്തർ വരുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. ഇതിൻ്റെ പുറകിൽ ഇത് വിശാലമായിട്ടുള്ളൊരു സ്ഥലമൊക്കെയാണ് കണ്ടില്ലേ മൊത്തത്തിൽ. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ പകല് കയറിയത് കാരണം ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. ഇതിപ്പോൾ രാത്രിയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫുള്ള് ആൾക്കാരായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്രീ ആയിട്ട് നമുക്കെല്ലാം കാണാനും പറ്റുന്നുണ്ട്, എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ മല ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി ഇറങ്ങിയിട്ട് കാണാം. അടിവാരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മലയാറ്റൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഒരിക്കലെങ്കിലും ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ.